ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വേനൽക്കാലത്ത് സാധാരണ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. വേനലാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെയധികം ശരീരത്തിൽ ക്ഷീണം ഉണ്ടാവും. അതുപോലെ ചൂട് വർദ്ധിക്കുന്നത് മൂലം നമ്മൾ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുക, അങ്ങനെ ഒട്ടനവധി ശാരീരിക പ്രശ്നങ്ങൾ, അതുപോലെ സ്കിന്നിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ചൊറിച്ചിലുകൾ, അലർജികൾ, അതുപോലെ തുമ്മൽ, ഇതുപോലെയുള്ള വിവിധ പ്രശ്നങ്ങൾ ഈ ഒരു വേനൽക്കാലത്ത് നമ്മൾ അനുഭവിക്കാറുണ്ട്. ഇപ്പോൾ സാധാരണ ഈ വേനൽക്കാലത്ത് കാണുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഡീഹൈഡ്രേഷൻ എന്നുള്ളത്, വെള്ളത്തിൻ്റെ കുറവ് എന്നുള്ളത്. നമ്മുടെ ശരീരം അധികം വിയർക്കുന്നത് മൂലം തന്നെ നമ്മുടെ ശരീരത്തിലെ വെള്ളം ധാരാളം നഷ്ടപ്പെടുകയും വെള്ളവും മിനറൽസൊക്കെ നഷ്ടപ്പെടുന്നത് മൂലം ശക്തമായിട്ടുള്ള ക്ഷീണം അനുഭവിക്കുക, അതുപോലെ വിട്ടുമാറാത്ത തലവേദന ഉണ്ടാവുക, അതുപോലെ വായക്കൊക്കെ വരൾച്ച ഉണ്ടാവുക എന്നുള്ളതാണ് സാധാരണ ഒരു ഡീഹൈഡ്രേഷൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് കാണാറുള്ളത്. ഇപ്പോൾ വെയിലത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ പെട്ടെന്ന് തല കറങ്ങി വീഴുക, അല്ലെങ്കിൽ ശരീരം പെട്ടെന്ന് വിയർത്ത് പെട്ടെന്ന് ക്ഷീണിച്ച് ബോധക്ഷയം വരിക എന്നുള്ള രീതിയിൽ സൺസ്ട്രോക്ക് പോലെയുള്ള പ്രയാസങ്ങളൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വരുന്ന ഒരു അസുഖമാണ്. പിന്നീട് രണ്ടാമതായിട്ട് ഹീറ്റ് എക്സോഷനാണ് നമുക്ക് വരുന്നൊരു കാര്യം. അതിൽ കൂടുതലായിട്ട് ചൂടിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ശക്തമായിട്ടുള്ള തലചുറ്റൽ, അതുപോലെ ശാരീരികമായിട്ടുള്ള ക്ഷീണം, ഹീറ്റ് എക്സോഷനാണ് രണ്ടാമതായിട്ട് വരുന്നൊരു പ്രയാസം. ഇതിൽ നമ്മൾ കൂടുതൽ ചൂടിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഇപ്പോൾ വെയിലത്തൊക്കെ ശക്തമായിട്ട് വെയിലത്തൊക്കെ നിന്ന് പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്ന നമ്മുടെ ആളുകൾക്ക് ഉണ്ടാവുന്നതാണ് ശക്തമായിട്ടുള്ള തലചുറ്റൽ, അതുപോലെ വളരെ ശക്തമായിട്ടുള്ള ക്ഷീണം, അതുപോലെ അമിതമായിട്ടുള്ള വിയർപ്പ്, ശരീരത്തിലുണ്ടാകുന്ന അമിതമായിട്ടുള്ള വിയർപ്പ്, അതുപോലെ ബോധക്ഷയം പോലെയുള്ള അവസ്ഥകളിലൊക്കെ പല ആളുകളിലും കാണാറുണ്ട്. പിന്നീട് മൂന്നാമതായിട്ട് കാണുന്ന ഒന്നാണ് സ്കിന്ന് അസുഖങ്ങൾ. സൂര്യപ്രകാശം ഏൽക്കുന്നത് മൂലം ഉണ്ടാകുന്ന സ്കിന്നിൻ്റെ ഇറിറ്റേഷൻസ്, അതുപോലെ ചൂടുകുരു. ഇപ്പോൾ സാധാരണ കുട്ടികളിലൊക്കെ പ്രത്യേകിച്ച് ഈ ചൂടുകാലം വരുമ്പോൾ തന്നെ അമ്മമാർ പറയുന്നൊരു കാര്യമാണ് ചൂടുകുരു പൊന്തുക. വലിയ ആളുകൾക്കും ഉണ്ടാവാം. ചെറിയ ചെറിയ ബോയിൽ പോലെ കുമിളകളായിട്ട് പൊന്തുകയും അത് ഒരു ഇൻഫെക്റ്റീവ് സ്റ്റേജിലേക്ക്, അല്ലെങ്കിൽ ഒരു യെല്ലോ കളറായിട്ട് പസ്സും പഴുപ്പൊക്കെ നിറയുകയും ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻസ് കുട്ടികളിലൊക്കെ കാണുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളൊക്കെ ധാരാളം വെള്ളം കുടിക്കുക. നമുക്ക് പ്രത്യേകിച്ച് ശരീരത്തിനുണ്ടാകുന്ന ഡീഹൈഡ്രേഷൻ, അല്ലെങ്കിൽ അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് മൂലമൊക്കെ ഉണ്ടാകുന്ന വെള്ളം നഷ്ടമാകുന്നത് തടയാൻ വേണ്ടിയിട്ട് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് ഈ സമ്മർ സീസണിൽ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ സാധാരണ കുടിക്കുന്നതിൽ അളവിൽ കൂടുതലായിട്ട് അവർ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നീട് നാലാമതായിട്ട് ഇത്തരം സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അജീർണം. നമ്മൾ വേനൽക്കാലത്തുണ്ടാകുന്ന ഭക്ഷണക്രമം തെറ്റിപ്പോയാൽ ശക്തമായിട്ടുള്ള വയറുവേദന, അല്ലെങ്കിൽ നമുക്ക് ഈ നമ്മൾ പുറത്തുനിന്നൊക്കെ വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ ദൗർലഭ്യം മൂലം വെള്ളത്തിലൊക്കെ ഇൻഫെക്ഷൻസ് വരാനൊക്കെ സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ വെള്ളത്തിലൊക്കെ ഇൻഫെക്ഷൻ വരുമ്പോൾ വയറിളക്കം, ഛർദി, വയറിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഒക്കെ സാധാരണ ഈ ഒരു വേനൽ സീസണിൽ കാണാവുന്ന അസുഖങ്ങളാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചൂട് അമിതമായിട്ട് ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് കുറക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പ്രത്യേകിച്ച് നല്ല ഹീറ്റായിട്ട് ഉള്ള സമയത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ നേരത്തെ ജോലി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. പരമാവധി നേരത്തെ തുടങ്ങുകയും അത് നേരത്തെ അമിതമായിട്ട് വെയിലൊക്കെ നന്നായിട്ട് കൂടുന്നതിന് മുമ്പായിട്ട് ജോലി അവസാനിപ്പിക്കുക. പിന്നെ വെയിലൊന്ന് കുറഞ്ഞതിന് ശേഷം ജോലി തുടരുക. അങ്ങനെ ഒരു സമയക്രമീകരണം നടത്തുന്നത് ഏറ്റവും പ്രധാനമായിരിക്കും. പിന്നീട് നമ്മൾ ഏകദേശം വെള്ളം എത്ര കുടിക്കണമെന്ന് വെച്ചാൽ സാധാരണ കുടിക്കുന്നതിൽ കൂടുതൽ കഴിക്കുക. 2.5 ലിറ്റർ മുതൽ 3 ലിറ്റർ വരെ നമ്മൾ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. പിന്നീട് നമ്മൾ നാരങ്ങ വെള്ളം, അതുപോലെ ജ്യൂസ്, പഴച്ചാറുകൾ, ഫ്രൂട്ട്സുകളൊക്കെ കൂടുതൽ ആഡ് ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ്. കൂടുതൽ ഹെവി ആയിട്ടുള്ളതും സ്പൈസി ആയിട്ടുള്ളതും, കൂടുതൽ നമ്മൾ മുളകിട്ട കറികൾ, അതുപോലെയുള്ള കൂടുതൽ ഹെവി ആയിട്ട് സ്പൈസി ആയിട്ടുള്ളത് എണ്ണക്കടികളൊക്കെ പരമാവധി കുറക്കുന്നത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം സമ്മർ സീസണിലൊക്കെ അമിതമായിട്ട് നമ്മൾ ആഹരിക്കുന്നത് മൂലം, അല്ലെങ്കിൽ അമിതമായിട്ട് കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് മൂലം ഭയങ്കരമായിട്ട് ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളും വയറിനൊക്കെ ബുദ്ധിമുട്ടുകളും കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ലഘുവായി കഴിക്കാനും ധാരാളം വെള്ളം കുടിക്കാനും ഒക്കെ ശ്രദ്ധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. പിന്നീട് നമ്മൾ ഈ തീവ്ര സൂര്യപ്രകാശം ഏൽക്കുന്നത് തടയുക എന്നുള്ളതാണ്. പലപ്പോഴും സൂര്യാഘാതം പോലെയുള്ള പ്രയാസങ്ങളൊക്കെ ഇത്തരം സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ നമുക്ക് ഹീറ്റ് സ്ട്രോക്കൊക്കെ അടിക്കാനുള്ള സാഹചര്യം വളരെയധികം കൂടുന്നത് ഈ സമയത്ത് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം ജോലി ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ വല്ല തൊപ്പിയോ അല്ലെങ്കിൽ കുടയൊക്കെ ധരിക്കാൻ ശ്രദ്ധിക്കുക. കുട്ടികളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് പരമാവധി നമ്മൾ ആ സമയത്ത് പുറത്തേക്ക് ഇറക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഈ വേനൽക്കാലമാണ്, വെക്കേഷനാണ്, പലപ്പോഴും കുട്ടികളൊക്കെ കളിക്കാൻ ഇറങ്ങുന്നതൊക്കെ അത്തരം നല്ല വെയിലുള്ള സമയത്തായിരിക്കും. അപ്പോൾ വെയിൽ ആറിയതിന് ശേഷം, വെയിൽ കുറഞ്ഞതിന് ശേഷമുള്ള സമയത്തേക്കൊക്കെ അവരെ കളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക്
അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് നമുക്ക് തണുപ്പുള്ള ഭക്ഷണങ്ങളൊക്കെ നമുക്ക് അവർക്ക് നൽകാം. ഫ്രൂട്ട്സുകളൊക്കെ ധാരാളം കഴിക്കാം. അതുപോലെ തന്നെ നമ്മളും ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പോൾ വേനൽക്കാലത്തിൻ്റെ ആ ഒരു പ്രയാസം അല്ലെങ്കിൽ സ്കിന്നിനായിക്കോട്ടെ, വയറിനായിക്കോട്ടെ, നമ്മുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, ഇതൊക്കെ കുറക്കാൻ നമ്മൾ കൃത്യമായിട്ട് ഒരു ശ്രദ്ധയുണ്ടെങ്കിൽ ഈ ഒരു വേനൽക്കാലത്ത് വലിയ പ്രയാസങ്ങളില്ലാതെ നമുക്കും നമ്മുടെ കുട്ടികൾക്കൊക്കെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ഇന്നത്തെ ആരോഗ്യ ചിന്തയിലൂടെ നിങ്ങളുമായി പങ്കുവച്ചത്. ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.